ഹായ് ഓൾ, ഇന്ന് നമുക്ക് എക്സലിലെ കുറച്ച് ഈസി ടിപ്സ് നോക്കിയാലോ. എക്സലിൽ ഒരുപാട് കാൽക്കുലേഷൻസ് നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോഴൊക്കെ പല കാരണങ്ങൾ കൊണ്ട് കുറെ ടൈം കൺസ്യൂമിംഗ് ആണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം അല്ലേ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് സൂത്രത്തിൽ ഇതിനകത്ത് ചെയ്യാൻ പറ്റുകയെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ ഒരു ട്രിക്ക് നോക്കാം നമുക്ക്. അതായത് ഈ ഒരു സെല്ലിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ചെയ്യണം എന്ന് കരുതാം. അങ്ങനെ ഹൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഈ സ്പ്രെഡ്ഷീറ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ കേഴ്സർ പോകുന്ന ഭാഗത്ത് മൊത്തത്തിൽ ഈ സ്പ്രെഡ്ഷീറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫോർമാറ്റ് സെൽ എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ കസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടൈപ്പിന്റെ താഴെ ജനറൽ എന്നുള്ളത് ബാക്ക് സ്പേസ് അടിച്ച് നമുക്ക് കളയാം. അതിനുശേഷം ഇവിടെ 3 സെമി കോളൻ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് ഈ സെല്ലിൽ എന്തെങ്കിലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കാം. ഉദാഹരണത്തിന് ഞാനിവിടെ ജസ്റ്റ് ABCD എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സെല്ലിലേക്ക് പോകുമ്പോൾ അത് അവിടെ ഹൈഡായി മാറും. ഇനി ഇവിടെ വേറെ എന്തെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇനി നമുക്ക് വേറെ സെല്ലിലേക്ക് പോകുമ്പോൾ മറ്റേതും അവിടെ നിന്ന് ഹൈഡായി പോകും. ഇനി ഇത് തിരിച്ച് അൺഹൈഡ് ചെയ്ത് കൊണ്ടുവരാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ വീണ്ടും ഈ സ്പ്രെഡ്ഷീറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഫോർമാറ്റ് സെല്ലിലേക്ക് പോകാം. ഇനി നമുക്ക് ജനറൽ എന്നുള്ള കാറ്റഗറിയിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ദെൻ ഓക്കെ കൊടുക്കുമ്പം നമ്മൾ നേരത്തെ ഹൈഡ് ചെയ്ത ആ ഡാറ്റാസ് ഇതിനകത്ത് അൺഹൈഡായി വന്നോളും. നെക്സ്റ്റ് നമുക്ക് എത്ര സ്പ്രെഡ്ഷീറ്റിൽ ഷീറ്റുകൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ സെയിം ഡാറ്റ തന്നെ എല്ലാത്തിലും ടൈപ്പ് ചെയ്യണം എന്നാണെങ്കിൽ എങ്ങനെ അതിനകത്ത് ചെയ്യാമെന്ന് നോക്കാം. ഉദാഹരണത്തിന് ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഷീറ്റ് 1 ആണ്. ഇതിനകത്ത് മന്ത്സ് ആണ് അടിക്കുന്നതെന്ന് വിചാരിക്കാം, ജാനുവരി. ഇനി ഞാനത് ഡ്രാഗ് ചെയ്ത് ഡിസംബർ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഡിസംബർ വരെ കൊണ്ടുവന്നത് എനിക്ക് മറ്റേ ഷീറ്റുകളിലേക്കും ആവശ്യമാണെങ്കിൽ ഞാൻ റിപ്പീറ്റ് ഇവിടെ വേറൊരു ഷീറ്റ് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് വീണ്ടും ടൈപ്പ് ചെയ്ത് വീണ്ടും ഡ്രാഗ് ചെയ്ത് കൊടുക്കണം അല്ലേ. ദെൻ മൂന്നാമതൊരു ഷീറ്റ് ഉണ്ടെങ്കിൽ മൂന്നാമതൊരു ഷീറ്റ് വീണ്ടും ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പം അതിന് നമുക്കൊരു ഐഡിയ ഉണ്ട്. 3 ഷീറ്റിലും ഒരുമിച്ച് വരാനായി ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം നമുക്ക് ആദ്യം ഇതെല്ലാം സെലക്ട് ചെയ്തിട്ടൊന്ന് കളയാം. ഇനി ഈ ഷീറ്റ് 1ന്റെ റൈറ്റ് ക്ലിക്ക് അടിച്ചതിന് ശേഷം നമുക്ക് സെലക്ട് ഓൾ ഷീറ്റ്സ് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 ഇത് 3 ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ഫസ്റ്റ് ഷീറ്റ് 1ൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ജാനുവരി. ദെൻ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഡിസംബർ വരെ പോവാം. ഇപ്പൊ നോക്കൂ, ഷീറ്റ് 2ലും ഷീറ്റ് 3ലും ഓട്ടോമാറ്റിക്കലി നമ്മൾ ഷീറ്റ് 1ൽ ഡ്രാഗ് ചെയ്ത സെയിം കാര്യം തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടൈം കുറെ ലാഭിക്കാം. ഇനി നമുക്ക് കോളത്തിന്റെ വിഡ്ത്ത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് നോക്കാം. ഇപ്പം ഇതില് A കോളത്തില് മുഴുവനായും അഹമ്മദ് അർഷാദ് എന്നത് കാണിക്കുന്നില്ല അല്ലേ. അപ്പൊ എങ്ങനെയാണ് കോളത്തിന്റെ വിഡ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുക നോക്കാം. അതിനുവേണ്ടി ഈ 2 സെല്ലും നമുക്ക് ഷിഫ്റ്റ് യൂസ് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ പ്രസ് ചെയ്യേണ്ടത് Alt+OZW എന്നാണ്. ഇവിടെ നമുക്ക് കോളം വിട്ട് എത്രയാണ് കൊടുക്കേണ്ടത് എന്നൊരു ഓപ്ഷൻ വരും. അതിനകത്ത് നമുക്ക് ഒരു 15 കൊടുക്കാം. ഓക്കെ കൊടുക്കുമ്പോൾ നോക്കൂ, നമുക്ക് 2 സെല്ലും സെയിം കോളം വിട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് എക്ക് മാത്രമാണ് ആ ഒരു കോളം വിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ബിയിൽ ജസ്റ്റ് നമ്മൾ 1 എന്ന് മാത്രമേ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് അപ്പം അത്രയും കോളം വിട്ട് ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ ഓരോ കോളവും അതിൽ അടിച്ചിരിക്കുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ആയിട്ടുള്ള വലിപ്പം മതി എന്നാണെങ്കിൽ നമുക്ക് ഏത് ഷോർട്ട്കട്ട് കീ ആണ് ഉപയോഗിക്കേണ്ടത്? ഇത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം Alt+HOI എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഈ 2 സെല്ലും നമുക്ക് സെലക്ട് ചെയ്യാം. Alt+HOI എന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നോക്കൂ, A എന്നുള്ള കോളത്തിൽ അഹമ്മദ് അർഷാദ് എന്നുള്ള പേര് കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള വിട്ടാണ് അവിടെ അലോട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ബിയിൽ 1 എന്നുള്ള ഡാറ്റ മാത്രമേ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ 1ന് വേണ്ട വലിപ്പം മാത്രമേ അവിടെ ആ കോളത്തിന് വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു സ്പ്രെഡ്ഷീറ്റിന്റെ ഡാറ്റയിൽ കുറച്ച് ബ്ലാങ്ക് ആയിട്ടുള്ള റോസ് വരികയാണെങ്കിൽ എങ്ങനെ അത് ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. ഉദാഹരണത്തിന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യത്തെ റോയിൽ A12 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ റോ അവിടെ ബ്ലാങ്ക് ആയി വിടുകയാണ്. മൂന്നാമത്തേതിൽ വീണ്ടും B12 എന്ന് പ്രസ് ചെയ്യാണ്. ഇനി 4ാമത്തെ റോ വിട്ടതിന് ശേഷം 5ാമത്തെ റോയിൽ C12 എന്ന് ടൈപ്പ് ചെയ്യണം. ഇവിടെ നമുക്ക് 2ാമത്തെയും 4ാമത്തെയും റോസ് ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. ഇനി ഒരുപാട് ഡാറ്റാസ് ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് റോസ് ഇതുപോലെ ബ്ലാങ്ക് ആയിട്ട് വരികയാണ് എന്ന് കരുതുക. എങ്ങനെയാണ് നമുക്കിത് സിംഗിൾ ആയിട്ട് സെപ്പറേറ്റ് ഡിലീറ്റ് ചെയ്യാതെ ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യാൻ പറ്റുകയെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഡാറ്റാസ് മൊത്തം ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ Ctrl+G എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം.
ഇവിടെ സ്പെഷ്യൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ബ്ലാങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പൊ നമുക്ക് ബ്ലാങ്ക് ആയിട്ടുള്ളതെല്ലാം സെലക്ട് ആയിട്ടുണ്ട് അല്ലേ. ഇനി Ctrl+- യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഷിഫ്റ്റ് സെൽസ് അപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെയാണോ ബ്ലാങ്ക് ആയിട്ട് വന്നിരുന്നത് ആ റോസ് എല്ലാം ഇവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലി റിമൂവ് ആയിക്കോളും. ഇതുപോലുള്ള കൂടുതൽ എക്സൽ ഈസി ടിപ്സിനായി താഴെ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്ത് PDF ഡൗൺലോഡ് ചെയ്യൂ.